എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും SRS പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ടൗണിനടുത്തുള്ള ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണ്. ഏറ്റുമാനൂർ ടൗണിന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ ബൈപ്പാസ് റോഡോട് ചേർന്നിരിക്കുന്ന അതിമനോഹരമായ പുതിയ വീട്. 12 സെന്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2850 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു മനോഹരമായ വീടിന് 4 ബെഡ്റൂമുകൾ, 4 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, വിശാലമായ 3 ഹാളുകൾ, കിച്ചൺ, വർക്കേരിയ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വലിയൊരു കാർ പോർച്ച് ഇവിടെ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റാത്ത കിണറുള്ള സൗകര്യമാണ് ഇവിടെയുള്ളത്. 8-10 കാറുകൾ വന്നാലും പാർക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിശാലമായ മുറ്റമാണ് ഇവിടെയുള്ളത്. മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ ബാഗി ഗ്രാസ് ഒക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. വെള്ളപ്പൊക്കം ഒരിക്കലും ബാധിക്കാത്ത പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു കിടിലം വീടാണിത്. അപ്പോൾ കുറച്ച് പണികൾ മാത്രമേ തീരാനുള്ളൂ. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ തീരാനുണ്ട്. 2-3 ദിവസം കൊണ്ട് പണികൾ മുഴുവൻ തീരും. ബൈപ്പാസ് റോഡിലേക്ക് നോക്കിയാൽ കാണാവുന്ന ഒരു ദൂരം മാത്രമുള്ള ഏകദേശം കഷ്ടിച്ചൊരു 100 മീറ്റർ മാത്രമാണ് ബൈപ്പാസിലേക്കുള്ളത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഏറ്റവും ക്ഷേത്രത്തിലേക്ക് 1 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം. ഏറ്റവും ടൗണിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് 2 കിലോമീറ്റർ മാത്രമാണ് ദൂരം. അപ്പോൾ കാരിത്താസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്റർ മാത്രം ദൂരം. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നിലക്കുള്ള മനോഹരമായ വീട്ടിൽ ചോദിക്കുന്നതല്ല 1,35,00,000 രൂപയാണ്. ഒരു കിടിലൻ ലുക്കിലുള്ള കിടിലൻ ബംഗ്ലാവ് പോലത്തെ വീടാണ്. നമുക്ക് വീടിന്റെ വിശദമായ വീടിലേക്ക് ഒന്ന് പോകാം. അതിമനോഹരമായ ഒരു ബംഗ്ലാവ് പോലുള്ള 2 നില വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം മാറി ബൈപ്പാസ് റോഡിനോട് ചേർന്നിരിക്കുന്ന അതിമനോഹരമായ പ്രോപ്പർട്ടിയാണിത്. വളരെ വലിയ മുറ്റമാണ് ഈ വീടിനുള്ളത്. ഇതാണ് വീട്ടിലേക്കുള്ള വഴി. നല്ല ഹൈ ക്ലാസ് വീടുകൾ മാത്രമുള്ള നല്ലൊരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബൈപ്പാസ് റോഡിൽ നിന്ന് നേരെ പ്രവേശിച്ച് ഒരു 50-100 മീറ്റർ മാത്രം മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതിവിശാലമായ മുറ്റമാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ ഒരു ഗംഭീര എലിവേഷനാണ് ഈ വീട്ടിന് നൽകിയിട്ടുള്ളത്. 12 സെൻറ്റ് സ്ഥലമാണുള്ളത്. വീടിൻ്റെ മുൻഭാഗത്ത് ധാരാളം സ്പേസ് കൊടുത്തിരിക്കുന്നു. മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ ബാഗി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് അതിമനോഹരമാക്കിയിരിക്കുന്നു. ഒരു 8-10 കാറുകൾ വന്നാൽ പോലും പാർക്കാനുള്ള സ്പേസാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തിനുള്ളത്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. നല്ല വീതിയേറിയ സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റ് ബാഗി വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റം, കോമ്പൗണ്ട് വാളും ഗേറ്റും എല്ലാം വെച്ച് പണികൾ മുഴുവൻ പൂർത്തിയാക്കിയിരിക്കുന്നു. അടുത്തൊക്കെ നല്ല വീടുകളാണുള്ളത്. തൊട്ട് മുന്നിൽ ഒരു വീട് പണിത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തായി നമ്മുടെ കാർ പോർച്ച് നൽകിയിരിക്കുന്നു. ഏത് വലിയ കാറുകളും നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. ഈ വീടിൻ്റെ 90% പണികളും പൂർത്തിയായി കഴിഞ്ഞ് ഇനി ഒരു 10% മാത്രമാണുള്ളത്. കുറച്ച് ക്ലീനിങ് വർക്കുകൾ, അതുപോലെ ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ ഒന്ന് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് 2-3 ദിവസത്തെ വർക്കുകൾ കൂടി മാത്രമാണുള്ളത്. നമുക്ക് ആദ്യം ഈ വീടിൻ്റെ കോമ്പൗണ്ടൊക്കെ ഒന്ന് കാണാം. അതിനുശേഷം വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി പോകാം. അപ്പോൾ നല്ലൊരു ഭംഗിയേറിയ രീതിയിലുള്ള ഒരു സ്ഥലമാണ്. തൊട്ട് പുറകിലൊരു വീടൊക്കെ ഉണ്ട്. പഴയ വീടൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടൊക്കെയാണുള്ളത്. അപ്പോൾ നമുക്ക് 12 സെൻറ്റാണ് സ്ഥലമുള്ളത്. കൂടുതൽ സ്ഥലമില്ല, 12 സെൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തെ അലക്കലും ടാപ്പുമൊക്കെ കൊടുത്തിരിക്കുന്നു. മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. കിണർ വെള്ളമാണ് ഇവിടെ കുടിവെള്ളത്തിനായിട്ടുള്ളത്. നമ്മുടെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ കിണർ വന്നിരിക്കുന്നു. വാസ്തുശാസ്ത്ര പ്രകാരം വടക്ക് ദർശനത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. കിഴക്ക് ഭാഗത്താണ് നമ്മുടെ കിണർ വന്നിരിക്കുന്നത്. സൈഡുകളിലൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് നമുക്ക് ചെടികളൊക്കെ വെക്കാനുള്ള സ്പേസ് കൂടി കൊടുത്തിരിക്കുന്നു. ഗാർഡൻ ചെയ്യാനോ അല്ലെങ്കിൽ അത്യാവശ്യം പച്ചക്കറി നടാനൊക്കെയുള്ള സ്പേസ് കൂടി നമ്മുടെ ഈ വീടിനുണ്ട്. ഇതാണ് നമ്മുടെ അതിവിശാലമായ മുറ്റം മുഴുവൻ ഇതുപോലെ നാച്ചുറൽ സ്റ്റോൺ ബാഗി ഭംഗിയാക്കിയിട്ടുണ്ട്. നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി പോകാം. തേക്ക്, ആഞ്ഞിലി തുടങ്ങിയ തടികളാണ് ഇവിടുത്തെ ജനലുകളും കഥകളും നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിവിടെ നിന്ന് നിന്നാൽ ബൈപ്പാസിൽ കൂടി വാഹനങ്ങൾ പോകുന്നത് കാണാം. അത്രയും ദൂരമേ ഉള്ളൂ. അപ്പോൾ മെയിൻ ഡോറ് നമ്മൾ കടന്നു വരുന്നത് വിശാലമായ ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. നല്ല ഭംഗിയേറിയ ഫ്ലോറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഫാനുകൾ കൂടി ഇടാനുണ്ട്. അപ്പോൾ നല്ല ഭംഗിയേറിയ വലിയ ടൈൽസ് ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട്. വലിപ്പമേറിയ ലിവിങ് ഏരിയയാണ്. ഇവിടെ നമുക്കൊരു പാർട്ടീഷൻ കാണാൻ പറ്റും. പാർട്ടീഷൻ കഴിഞ്ഞ് കടന്നു വരുന്നത് അതിവിശാലമായൊരു ഹാളിലേക്കാണ്. 2ാം നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു സൈഡിൽ നിന്ന് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയാണ് വന്നിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഫാമിലി ലിവിങ് ഏരിയയാണ്. ഇവിടെ നല്ല LED ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. 3 ഫേസ് വയറിംഗ് ആണ് ഈ വീട് നൽകിയിട്ടുള്ളത്. ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് വീടിൻ്റെ നിർമ്മാണം പൂർണ്ണമായി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹാളിൽ നമ്മുടെ TV യൂണിറ്റൊക്കെ കൊടുത്തിരിക്കുന്നു. ഡൈനിങ് ഏരിയ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ വേണമെങ്കിൽ ഡൈനിങ് ആയിട്ടും കൂടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നല്ല വലിയൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വലിയ TVകളൊക്കെ വെക്കാവുന്ന പോലത്തെ സൗകര്യം കൊടുത്തിരിക്കുന്നു. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണുള്ളത്. ആദ്യത്തെ ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. എല്ലാ ബെഡ്റൂമുകളിലും ഇതുപോലെ വലിയ ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയ വാർഡ്രോബുകളാണ് വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇവിടെ 4 ഡോറൊക്കെ ഉള്ള വലിയ വാർഡ്രോബ് നൽകിയിരിക്കുന്നു.
അതോടൊപ്പം തന്നെ ഒരു സ്റ്റഡി ടേബിൾ ഓഫീസ് ടേബിൾ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ഇരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു വർക്ക് ഫ്രം ഹോമൊക്കെ ഓഫീസ് പർപ്പസിനും നമുക്ക് ഉപയോഗിക്കാവുന്ന പോലെ ചെയ്തിരിക്കുന്നു. ഇവിടെയൊക്കെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലാപ്ടോപ്പൊക്കെ വെക്കാനുള്ള പവർ പോയിൻ്റ് കൂടി കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് വലിയ വാർഡ്രോബ് നൽകിയിരിക്കുന്നു. ഇതാണ് വാർഡ്രോബിൻ്റെ ഉൾവശം. ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെയും മിററോട് കൂടിയ വലിയ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. മിറർ കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ നല്ല ഡ്രസ്സിങ് ടേബിൾ ചെയ്തിരിക്കുന്നു. ബാത്റൂം ഫിറ്റിങ്സ് ഫിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ജാഗ്വാറിൻ്റെ ബ്രാൻഡിലുള്ള ഫിറ്റിങ്സാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഈ ജോലികൾ മുഴുവൻ പൂർത്തിയാകുന്നതാണ്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയയുടെ ഫാമിലി ലിവിങ് ഏരിയയുടെ ഒരു വലിപ്പം. നല്ല വിശാലമായ ഹാളാണ് നമുക്കിവിടെ ഉള്ളത്. ഇഷ്ടംപോലെ സ്പേസാണ് ഈ വീടിനെ കൊടുത്തിരിക്കുന്നത്. ഹാളുകൾക്കും ബെഡ്റൂമുകൾക്കൊക്കെ വളരെ വലിപ്പമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. കിച്ചണോട് ചേർന്ന ഒരു ഡൈനിങ് റൂമുണ്ട്. അതും നല്ല വലിപ്പമുള്ളതാണ്. ഇവിടെ നല്ല ഒരു ഓപ്പൺ സ്റ്റൈൽ കിച്ചൺ കാണാൻ പറ്റും. LED പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ഒരു ബെഡ്റൂം കൂടി വരുന്നു. അപ്പോൾ നമ്മുടെ വാഷ് കൗണ്ടർ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. വാഷ് ബേസിൻ വെക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ സ്റ്റൈൽ കിച്ചൺ കാണാൻ പറ്റും. ഇവിടെ എല്ലാം കബോർഡ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കിച്ചണിലെ വർക്കുകൾ ഏകദേശമൊക്കെ ഒന്ന് പൂർത്തിയായി. ഇവിടെ ധാരാളം കബോർഡുകൾ കാണാം. ഇവിടെ നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഒരു ലൈറ്റ് ബ്ലൂ കളറിലാണ് വാർഡ്രോബുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നത്. വലിയ ജനലുകളാണ് വീടിന് നൽകിയിട്ടുള്ളത്. മുറിക്കുള്ളിലേക്കൊക്കെ നല്ല ലൈറ്റ് വരാവുന്ന പോലെ വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വുഡൻ ഷെയ്ഡുള്ള ഫ്ലോറിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെയും സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയും ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ചെറിയൊരു സ്റ്റോർ ഏരിയ ഈ ഒരു ഭാഗത്തു കൂടി കൊടുത്തിരിക്കുന്നു. നമ്മുടെ കിണറൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. കിഴക്ക് വശത്താണ് കിണർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ബെഡ്റൂമാണ് ഈ കാണുന്നത്. എല്ലാ ബെഡ്റൂമുകളും ഇതുപോലെ നല്ല വലിപ്പമേറിയ ബെഡ്റൂമുകളാണ്. ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഏറ്റവും നല്ല നിർമ്മാണം നടത്തിയിരിക്കുന്ന മനോഹരമായ വീട് തന്നെയാണിത്. അപ്പോൾ ഇവിടെയും കാണാൻ പറ്റും. ഒരു ഭിത്തി നിറഞ്ഞ് ഉള്ള കബോർഡുകൾ നമുക്കിവിടെ കാണാം. കൂടാതെ ഡ്രസ്സിങ് ഏരിയ കൂടി നൽകിയിരിക്കുന്നു. അതിവിശാലമായ ഹാളുകളും ഡ്രസ്സിങ് ഏരിയയും ഒക്കെയാണുള്ളത്. അതുപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂംസാണ്. വലിയ ബാത്റൂമുകൾ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതും മുകൾ ഭാഗം വരെ മുട്ടിച്ച് ടൈൽസ് കൊടുത്തിരിക്കുന്നു. താഴത്തെ നില ഇതുപോലെ വലിയ ഹാളുകളും അതുപോലെ 2 ബെഡ്റൂമൊക്കെയാണ് ഉള്ളത്. ഇനി നമുക്ക് രണ്ടാം നിലയിലേക്ക് കൂടി ഒന്ന് പോകാം. സ്റ്റെയർകേസിൻ്റെ സ്റ്റെപ്പുകളെല്ലാം ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു. സൈഡിൽ ടഫൻഡ് ഗ്ലാസും അതിൻ്റെ മുകളിൽ കൈവരിയായിട്ട് തേക്ക് തടിയിൽ ചെയ്തിരിക്കുന്നു. ഇവിടെയും നമ്മൾ കയറി വരുമ്പോൾ കാണാൻ പറ്റുന്നത് അതിവിശാലമൊരു ഹാളാണ്. താഴത്തെ ഫാമിലി ലിവിങ് ഏരിയ പോലെ തന്നെ വലിയൊരു ഹാൾ ഇവിടെ കാണാൻ പറ്റും. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ TV ഒക്കെ ഇരുന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഈ വീടിന്. അതുപോലെ വീടിൻ്റെ മുൻഭാഗത്തൊരു ബാൽക്കണിയാണ് ഈ കാണുന്നത്. ഇവിടെ നല്ല സ്പേസാണുള്ളത്. ഇരിക്കാനൊക്കെ ഒരു ഭംഗിയുള്ള നല്ലൊരു ഏരിയയാണ്. നല്ല ഉയരത്തിലിരിക്കാനുള്ള ഒരു ഏരിയ, നല്ല എന്നാ പറയുന്ന ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഫീൽ ചെയ്യുന്ന നല്ലൊരു ഏരിയ. അപ്പോൾ നമ്മുടെ മുറ്റത്തിൻ്റെയൊക്കെ വലിപ്പം ഇവിടെ നിന്നാൽ മനസ്സിലാവും. ഈ ഒരു ഭാഗത്തെല്ലാം വാട്ടർ പ്രൂഫിംഗ് എല്ലാം ചെയ്തിരിക്കുന്നതാണ്. ഷെയ്ഡുകളിലൊക്കെ ഓട് പാകിയിട്ടുണ്ട്. നല്ലൊരു ഏരിയയാണ്. നമ്മുടെ ഈ ഒരു സൈഡിലും വലത് സൈഡിലും അതുപോലെ പുറവശത്തും ഒന്നും വേറെ വീടുകളൊന്നും വരാനില്ല. ഒരു പ്രൈവസി ഉള്ള പോലെ ആണ് ഈ വീടിൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത്. വടക്ക് വശത്തേക്കാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വിശാലമായ ഹാള് കാണാം. അതിനുശേഷം ഇവിടെ നമുക്കൊരു ബെഡ്റൂമുണ്ട്. എല്ലാ ബെഡ്റൂമുകളും ഇതുപോലെ വലിയ വാർഡ്രോബുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളും AC-യുടെ പോയിന്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ ടൈൽസാണ് ഈ ഫ്ലോറിലെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റഡി ടേബിളും ഓഫീസ് ടേബിളും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന പോലെ ഒരു മൾട്ടിപർപ്പസ് ടേബിളും അതോടൊപ്പം ഇതുപോലെ വലിയ ഒരു ഡ്രസ്സിംഗ് ടേബിളും എല്ലാം കൊടുത്തിരിക്കുന്നു. സിംഗിൾ പീസ് വോൾ മൗണ്ടഡ് ക്ലോസറ്റാണ് ഇവിടെ എല്ലാം ചെയ്യാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം. 4 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. 4 ബെഡ്റൂമുകൾക്കും ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട്. കൂടാതെ എല്ലാ ബെഡ്റൂമുകളും ഡ്രസ്സിംഗ് ഏരിയയും കബോർഡും എല്ലാം ചെയ്തിരിക്കുന്നു. നല്ല വലിയൊരു വീട് വേണ്ടവർക്ക്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടും മുറ്റമൊക്കെ വേണ്ടവർക്ക് പറ്റിയ പ്രോപ്പർട്ടിയാണിത്. കാരണം ഏറ്റുമാനൂർ സൈഡിലൊക്കെ നമുക്ക് പ്ലോട്ട് സൈസ് വളരെ കുറവാണ്. ഇവിടെ നമുക്കൊരു ഓപ്പൺ ടെറസ് കൂടിയുണ്ട്. ഇവിടെ മുകൾ ഭാഗം ഓപ്പൺ അല്ല, റൂഫ് ചെയ്തിരിക്കുന്നു.
വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സ്പേസ് ഇവിടെയുണ്ട്. ഫ്ലോറിൽ ടൈൽസ് കൂടി കൊടുത്തിരിക്കുന്നു. നല്ലൊരു ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ടൗണിന് തൊട്ടടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഏറ്റുമാനൂർ ബൈപ്പാസിൽ നിന്ന് കഷ്ടിച്ചൊരു 100 മീറ്റർ മാത്രം മാറി ബൈപ്പാസ് കാണാവുന്ന വിധത്തിലുള്ള നല്ലൊരു വീടാണ് വീടിരിക്കുന്നത്. 12 സെന്റ് നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. 2850 സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം. നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞ് വിശാലമായ ഹാളുകളൊക്കെയാണ് വീടിന്റെ പ്രത്യേകത. അത് നല്ല അതിവിശാലമായ മുറ്റമുണ്ട്. നല്ല ഭംഗിയേറിയ രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീട്. ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന നല്ല വീടാണിത്. അതും നല്ല ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളപ്പൊക്കമൊന്നും ഒരിക്കലും ബാധിക്കില്ല. പറ്റാത്ത കണ്ടവണ സൗകര്യങ്ങളുണ്ട്. ഹോസ്പിറ്റലും പള്ളിയും സൂപ്പർ മാർക്കറ്റുകളും അതുപോലെ അമ്പലവും ക്ഷേത്രവും എല്ലാ സൗകര്യങ്ങളും അടുത്തുള്ള നല്ലൊരു ഏരിയയാണ്. ടൗണിലേക്ക് 1 കിലോമീറ്ററിനുള്ളിൽ എത്താൻ പറ്റുന്ന നല്ലൊരു ഏരിയ. ഹോസ്പിറ്റൽ കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് 2 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും എത്താവുന്ന നല്ലൊരു ദൂരമാണ്. നല്ല ഏരിയയിലാണ് വീട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീട് ചോദിക്കുന്ന പോലെ 1,35,00,000 രൂപയാണ്. ഒരു ക്വാളിറ്റി വീട്, നല്ല വലിപ്പമേറിയ നല്ല ഭംഗിയേറിയ വീട് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ താഴെയാണ് നമ്മൾ വിളിക്കുക. നിങ്ങൾക്ക് ഈ വീടും സ്ഥലമൊക്കെ വന്ന് കണ്ട് ലൊക്കേഷനൊക്കെ ബോധ്യപ്പെട്ട് ബാക്ക്ഗ്രൗണ്ട് സർവീസ് വാങ്ങാനുള്ള സപ്പോർട്ട് ഞാൻ തരുന്നതാണ്. വീഡിയോ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.